പണങ്ങില്ല എന്നാത് ഇത് ഇതാണ് ഉടമ്പുളി. ഒരു ചാക്കിനെ പൊറുക്കാനുണ്ട്. തേച്ചും ചീഞ്ഞടിഞ്ഞ് കിടക്കുന്നു. കണ്ടോ ഗായ്സ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഉടമ്പുളി. നമ്മളെ നാട്ടിലെല്ലാം വാളംപുളിയാണ് ഇത്. പിന്നെ ഉടമ്പുളി എന്ന് പറയും. ഇനി ഇത് നാലായി കീറിയിട്ട് പുകയത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് ഇത് കറുത്ത ഒരു സംഭവമായിട്ട് വരുന്നത്. ഇത് നമ്മളെ നാട്ടിൽ എല്ലാവർക്കും ഒന്നും അറിയാനില്ല ഈ പുളി. ഇതിങ്ങനെ കണ്ടത് ഞാൻ ആദ്യമായിട്ടാണ്, ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഏച്ചീൻ്റെ വീട്ടിനടുത്തുണ്ട്, വീട്ടിലുണ്ട്. ആടുന്ന് ഉണങ്ങിയ പുളിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ആടുന്ന് കൊണ്ടുവന്നതാണ് ഇത്. ഇത് വെയിലത്ത് വെച്ചാൽ അത്ര പട്ടിണിയൊന്നും ഉണങ്ങൂല, കുറേ ദിവസം വേണ്ടി വരും. അതിലും ഏറ്റവും നല്ലത് ചേരിപ്പുക ഇട്ടിട്ട് അടുപ്പിന് പടങ്ങിട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ടാണ് ഈ സംഭവം ഉണക്കുക. ഇത് ഉണക്കിയിട്ട് എത്ര കാലം സൂക്ഷിച്ച് വെച്ചാലും പോയി പോകാത്ത സാധനമാണ്. നല്ല മണാണിത്. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊർന്ന്. ഇത് ഉണക്കിയതാണ് ഈ പുളി. കണ്ട എന്തൊരു വൃത്തിയാന്നല്ലേ, കറുത്തിട്ട് ഇതിങ്ങനെ കറുത്തിട്ടാ വരുക. ഇത് കരിക്കട്ട പോലെ ഉണ്ട് കാണുമ്പം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യില്ല. പക്ഷേ ഇത് മീൻ തേങ്ങ അരച്ച് വെച്ചത്, മീൻ മുളകിട്ട് വെച്ചത് എല്ലാം വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ഇന്ന് മുളകിട്ട് വെച്ചാൽ അത് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെയും അത് കറിയുടെ അകത്ത് ഇടുന്നവരുണ്ട്. പക്ഷേ ഇത് മീൻ മുളകിട്ട് വെച്ചാൽ ഇത് കൊഴുപ്പുണ്ടാവില്ല. നമ്മളെ വാളംപുളി ഇട്ടിട്ട് വെച്ച പോലെ കൊഴുപ്പുണ്ടാവില്ല, വെറും വെള്ളം പോലെയാണ് ഉണ്ടാവുക. പക്ഷേ നല്ല രസമാണ്. ഇത് ഏനല്ലോ ഉള്ള മരുന്നും കൂടിയാണ്. ഒരു യൂട്യൂബിൻ്റെ അകത്ത് ഞാനൊരു വൈദ്യർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തിനല്ലോ ഉള്ള മരുന്നും കൂടിയാണിത്. ഇതിപ്പോൾ അടുത്തായിട്ട് ഉണക്കി നല്ല പുളിയാണ്. നല്ല പുളിയും ഉണ്ട്. ഇതിൽ ആദ്യത്തെ പൂത്ത് പോയ പുളിയും ഉണ്ട്. ഇതാ പൂത്ത് പോയത് കണ്ട, ഇത് പൂപ്പൽ വന്ന പുളി. അതൊന്നും എടുക്കാൻ പാടില്ല, അതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഇതിങ്ങനെ ഈ പുളീൻ്റെ മരമുള്ളവർ മാത്രമേ ഇതിങ്ങനെ കാണുള്ളൂ. അല്ലെങ്കിൽ അടുത്തെല്ലുള്ളവരെല്ലാം കാണും. അല്ലാണ്ട് നമ്മളിത് ഉണങ്ങിയിട്ടാകുമ്പോൾ ഇങ്ങനെ കാണുന്നു. ഇതൊരു നല്ല കാണാനെന്തൊരു വൃത്തിയാണെന്നല്ല. ഇത് നല്ല വൃത്തിയിൽ കഴുകുക. അതിൻ്റെ പുറകിൽ നല്ല വൃത്തി കഴുകി ഒന്ന് അതിൻ്റെ മേലത്തെ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ പുകക്ക് വെച്ചിട്ട് ചേരിപ്പുക അടിയിലിട്ടിട്ട് അതിൻ്റെ മേലത്തെ ആ പുകയിലാണ് ആകേണ്ടത്. അതുകൊണ്ടാകുമ്പോൾ ഇങ്ങനെ കറക്കുന്നത്. ഇത് വെയിലിന് വെച്ചാലും ഇതേ കളറാ വരുമോ പയ്യ ഉണങ്ങുമ്പോൾ? വെയിലിന് വെച്ചാൽ വേഗമൊന്നും ഉണങ്ങൂല എന്നാ പറയുന്നത്. ഈ ലോകത്ത് നമ്മൾ കാണാത്ത എന്തെല്ലാം സാധനങ്ങളുണ്ട് അല്ലേ. ഇത് കൊണ്ടുവന്നുകൊണ്ടല്ലേ നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഈ കറുത്ത ആ പുളി, പിന്നെ ഉടമ്പുളി എന്ന് പറഞ്ഞിട്ട് ആ കറുത്ത പുളിയല്ലേ നമ്മൾ കാണുള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ തിന്നാത്ത ഞാനല്ലേ. എൻ്റെ എല്ലാം കഥ എന്തിനാ പറയുന്നല്ലേ. അങ്ങനെ ഒന്നും അറിയാത്തവർ എത്രയുണ്ട് നമ്മളെ ലോകത്ത്. ഈശ്വരാ പാവം. ഇത് ഞാനിന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് നാലായി പൊളന്ന് നല്ല വൃത്തിയിൽ കഴുകി നാലായി പൊളന്ന് പിന്നെ ചേരിപ്പുകയിട്ട് ആ പടങ്ങിട്ട് അതിൻ്റെ മേലെ വെച്ച് ഉണക്കിയിട്ട് ഞാൻ നല്ല വൃത്തിയിൽ സൂക്ഷിച്ച് ഒരു കുപ്പീൻ്റെ അകത്ത് ആക്കി വെക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ 2-3 എണ്ണം ഇതിൻ്റെ അകത്ത് തരും കേട്ടോ, ചോദിച്ചോ.